അടിക്ക് ഒരു ക്ഷാമമൊന്നുമില്ല. അപ്പം ഞാൻ പറയും, ഇന്നിപ്പോൾ ഈ കാണുന്ന ആത്മധൈര്യം അന്ന് കിട്ടിയിട്ടുള്ള അടിയുടെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയും. ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് ഓഫ്. ഡിപ്രഷൻ മൂഡ് ഓഫ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെയാണ്. അത് അവിടെ എല്ലാത്തിനും ഒരേ മരുന്നുള്ളൂ, അടി. സ്കൂളിൽ എന്തെങ്കിലും ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സാറ് കണ്ടുപിടിച്ച് സാറിൻ്റെ അടി കിട്ടിയിട്ട് ആ വിവരം വീട്ടിലറിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടും വേറെ അടി. കാരണം നീ എന്തോ കുരുത്തക്കേട് അവിടെ ഒപ്പിച്ചിട്ടാണ് നിനക്ക് അവിടെ അടി കിട്ടിയിട്ടുള്ളത്, എന്നാൽ പിടിച്ചോ രണ്ടെണ്ണം ഇവിടെ നിന്നും. ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം അങ്ങനെയല്ല. എന്നെ മാഷ് തല്ലി, ഉടനെ സാറ് തല്ലി, ഉടനെ കേസ് കൊടുക്കും, പോലീസ് കേസ് കൊടുക്കും. ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്രശ്നങ്ങളുണ്ടാവും, അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതി. ഫെയിലിയറും ഫാസ്റ്റ് ആവാം. അപ്പം അത് കണ്ടിട്ട് ഞാൻ പറയും, ഈ ആമ്പാറ്റകളെ പോലെ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഭാഗ്യവാനാണ്. ഞാൻ പറയും, ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഭാഗ്യമാണെങ്കിൽ ഇന്നുണ്ടാവാം. പലതരത്തിലുള്ള തോൽവികൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരുടെ ഫെയിലിയർ ഞാൻ കുത്തിയിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്. കാരണം നമ്മളത് ആവർത്തിക്കണ്ടല്ലോ. കണക്കുകൾ പറയുന്നത് 100 പേര് തുടങ്ങിയതിൽ 90 പേരും ഫെയിലാവുകയാണ്. കണക്കുകൾ 10 പേരാണ് രക്ഷപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ 1% ആളാണ് എക്സ്ട്രാ ഓർഡിനറി എടുത്തു പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചില മാനേജേഴ്സ് എന്നെക്കാളും മിടുക്കരാണെന്നേ ആണ്. ഞാൻ ജനിച്ചു തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. 1950 മോഡലാണ്, പഴയ മോഡലാണ്. അന്നത്തെ ഒരു കാലഘട്ടം വളരെ സ്ലോ ആയിരുന്നു. വീട്ടിൽ TV ഇല്ല. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വലിക്കുന്നത് തന്നെ, ലൈൻ വലിക്കുന്നത്. ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്, പലരും ചോദിക്കാത്ത ചോദ്യം. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി സംസാരിക്കുന്നത്, നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മളൊരു ബ്രാൻഡ് നെയിം ഒക്കെ പറയും, പക്ഷെ ഈ പേര് തന്നെ ഒരു ബ്രാൻഡാണെന്നുള്ളതാണ്. വേറെ ആരുമല്ല, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറാണ്. സാർ, ഒരുപാട് സന്തോഷം. കാരണം വി-ഗാർഡ് എന്നതിലുപരി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന പേര് തന്നെ ബ്രാൻഡാണ് യഥാർത്ഥത്തിൽ. ശരിക്കും ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത, ഇൻസ്പയർ ചെയ്തൊരു വ്യക്തി. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ? ഇപ്പം ശരിക്കും ഞാൻ ഫസ്റ്റ് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വി-ഗാർഡിന്റെ സ്റ്റെബിലൈസർ ഉണ്ടാക്കി നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുത്തിരുന്നു. അതെനിക്ക് സത്യമാണോ അല്ലയോ എന്ന് പോലും അറിയില്ല, പക്ഷേ അന്ന് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു സ്റ്റോറിയും കൂടിയാണത്. കടകൾ തോറും കയറി ഇറങ്ങിയിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എറണാകുളത്തും തൃശ്ശൂരും ഈവൻ കോട്ടയത്തൊക്കെ പോയി കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. ആ ട്രെയിനിലൊക്കെ കയറി കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. കാരണം ജസ്റ്റ് 2 ജോലിക്കാർ. അപ്പോൾ നമുക്കങ്ങനെ ഒരു മാർക്കറ്റിംഗ് മാനേജറൊന്നും വെക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഒരു സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു ഐഡിയയിലോട്ട്, കാരണം അന്നത്തെ കാലത്ത് ഫ്രിഡ്ജ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ സമയത്ത് നമ്മളൊരു സ്റ്റെബിലൈസറും കൂടെ ഒരു ആഡ് ഓൺ ചെയ്യാന്ന് പറയുന്നത്, അല്ല, അതൊരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു എൻ്റർപ്രണർ ആവണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലായിരുന്നു. എൻ്റെ ആഗ്രഹം വേണം ഒരു സയൻറ്റിസ്റ്റ് ആവാനായിരുന്നു. കാരണം എനിക്ക് ടെക്നോളജി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാം, പക്ഷെ അതേസമയം എനിക്ക് ലാംഗ്വേജൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നോളജി ഒരു ഡിവിഷനിൽ ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അതുമായിട്ട് അങ്ങ് പോയേനെ. വി-ഗാർഡ് ഉണ്ടാവില്ലായിരുന്നു. എങ്ങനെയാണ് വി-ഗാർഡ് എന്നുള്ള ആ ഒരു പേര്? അതും ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അത് സ്റ്റെബിലൈസറാണ്. അത് വോൾട്ടേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, വോൾട്ടേജ് ഗാർഡ് ചെയ്യുന്ന. ഓക്കെ, ഫിസിക്സിൽ വോൾട്ടേജ് അപ്പൊ വി-ഗാർഡ് അത്രേ ഉള്ളൂ. അല്ലാതെ അത്രയ്ക്ക് അല്ലാതെ പിന്നീട് ആൾക്കാർ പറയാൻ തുടങ്ങി വി മീൻസ് വിക്ടറി എന്നാണോ, വി മീൻസ് വി ആണോ, ഒന്നുമല്ല, വോൾട്ടേജ് ആണ് അത്. അതെ, നമ്മൾ അതിൽ കൂടുതൽ റിസർച്ചസ് ഒന്നും നടത്തിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഏജൻസി പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് ബിസിനസ് തുടങ്ങി, അവിടെ നിന്ന് ഒരുപാട് വളർന്നു.
അത് മാത്രമല്ല പുതിയ ബിസിനസ്സുകളിലോട്ടൊക്കെ കടന്നു. അപ്പം ഓരോ സമയത്തും ടെക്നോളജി അല്ലെങ്കിൽ ഉള്ളിലെ സയന്റിസ്റ്റ് പല കാര്യങ്ങളും പുതുതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈവൻ നമ്മൾ ഇരിക്കുന്ന പാർക്ക് പോലും അത് ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ പോലും പക്ഷെ പുതിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു തിരക്കുള്ള സ്ഥലത്ത് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ എന്നൊക്കെയുള്ള ഒരുപാട് പുതിയ കോൺസെപ്റ്റുകളോട്ട് വരുന്നു. എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്? എൻ്റെ മനസ്സിൽ എപ്പോഴും വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു തോന്നലുള്ളൊരു പ്രകൃതക്കാരൻ. അതായത് ഒരേ കാര്യം കുറച്ച് നാൾ ചെയ്യാം, ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും എന്തെങ്കിലും അതിന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, സ്റ്റെബിലൈസർ തന്നെ എത്ര നാൾ ഒരേ ടൈപ്പ് സ്റ്റെബിലൈസർ ഉണ്ടാക്കും, പോരാ അതിന് ഇനിയും ബെറ്റർ ആക്കാൻ പറ്റുമോ, അതിൻ്റെ ഷേപ്പ് ബെറ്റർ ആക്കാൻ പറ്റുമോ, അതിൻ്റെ ടെക്നോളജി ബെറ്റർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റിലേക്ക് കിടക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു താല്പര്യം ഉള്ള ആളായിരുന്നു. അത് ഈ എന്താ പറയുക, റിസർച്ച് മൈൻഡിനുള്ളൊരു ഗുണമായിരിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ നിന്നാണ് പലതും മാറി മാറി സാഹചര്യങ്ങൾ തിരിഞ്ഞ് വന്നിട്ട് ആദ്യം സ്റ്റെബിലൈസർ മാത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അയ്യോ സ്റ്റെബിലൈസറൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗവൺമെൻറ്റൊക്കെ നേരെയാവുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ലല്ലോ, കാരണം വിദേശത്ത് ഈ സാധനമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പമ്പ് തുടങ്ങുന്നു, വാട്ടർ ഹീറ്റർ തുടങ്ങുന്നു, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങുന്നു, അങ്ങനെ പല പല ഐറ്റംസ് തുടങ്ങാൻ തന്നെ കാരണം ഈ ഒരു പേടി കൊണ്ടാ. അതെ, പിന്നെ അതിൽ നിന്ന് ഒരുപാട് വയറ് അങ്ങനെയുള്ള പല പല പ്രോഡക്ട്സിലോട്ട് നമ്മൾ ഇതിനോട് അലൈഡ് ആയിട്ടുള്ള ഒരുപാട് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ വണ്ടർല, അതൊരു വണ്ടർ വേൾഡ് ആണ് യഥാർത്ഥത്തില്. അത് ഏകദേശം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് വി-ഗാർഡ് തുടങ്ങിയതിന് ശേഷം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോഴേക്കും വി-ഗാർഡ് ഒരുമാതിരി വളർന്നു വലുതായി. കേരള ഒട്ടുക്കെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലും സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ബിസിനസ്സായി, നല്ല ടേൺ ഓവറായി, നല്ല പ്രോഫിറ്റായി. അപ്പോൾ ഒരു ആത്മധൈര്യം, വേറെ മാറി ചിന്തിച്ചാലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ചെറുപ്പമായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴും വിദേശയാത്രയൊക്കെ നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നൂടെ എന്നുള്ളൊരാശയത്തിലായിരുന്നു പാർക്ക് ഡിവിഷനിലേക്ക് കടന്നത്. അതിന് മുൻ പരിചയമൊന്നുമില്ല, അത് രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അതിനൊരു ടീം ഫോം ചെയ്തു. പിന്നെ ഞാൻ അവരെ വിദേശത്ത് കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചു കൊടുത്തു, കാരണം ആർക്കും അറിയില്ല. ഒരു ആർക്കിടെക്റ്റിനെ സെലക്ട് ചെയ്തു. ഇതൊരു മനഃപൂർവ്വം ഒരു യങ് ആർക്കിടെക്റ്റായിരുന്നു, നമ്മൾ പറഞ്ഞത് കേൾക്കണമല്ലോ. അപ്പോൾ അയാളും അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങേരെ പറഞ്ഞ് നമുക്ക് ഇതുപോലെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പക്ഷെ അതൊരു ഒരു വലിയ റിസ്ക് അല്ലേ? കാരണം അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വി-ഗാർഡിനേക്കാൾ കൂടുതൽ റിസ്ക് എലമെന്റ് അതിനകത്ത്. ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ്, പലരും ചോദിക്കാത്ത ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വി-ഗാർഡാണോ റിസ്ക് ചെയ്യുന്നത്, അത് സമയം വണ്ടർലയായിരുന്നു റിസ്ക് എന്ന് ചോദിച്ചാൽ വണ്ടർലയാണ്. കാരണം തുടക്കത്തിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിനൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. അതേസമയം വി-ഗാർഡ് തുടങ്ങിയത് ജസ്റ്റ് 2 ജോലിക്കാർ, ഓടിട്ട ഷെഡ് വാടകയ്ക്ക്, അങ്ങനെ മിനിമം ക്യാപിറ്റലിൽ വെച്ചിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ അന്ന് റിസ്ക്, അതിൻ്റേതായ റിസ്ക് കുറവായിരുന്നു. ഇവിടെ റിസ്ക് കൂടുതലായിരുന്നു. ശരിയാണ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സും അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് എന്തുകൊണ്ടോ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ക്വാളിറ്റിയിൽ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ അത് അടച്ചിടുകയുള്ളൂ. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു കുട്ടികളാരും വരാത്തതുണ്ടാവില്ല അല്ലേ? അത്രയധികം കുട്ടികൾ വണ്ടർലയായിട്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് തുടങ്ങിയതിന് ശേഷം ഒരുമാതിരി കേരളം ഒട്ടുക്ക് സാധിക്കാവുന്നവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അല്ല, അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പം വി-ഗാർഡിന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷെ വണ്ടർലയെ സംബന്ധിച്ച് വണ്ടർലയ്ക്ക് ആ ലെവലിൽ ഒരു കോമ്പറ്റീറ്റർ ഇത്രയും വർഷമായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ റിസ്ക് എടുക്കാൻ അല്ല, അത് ഇന്ത്യ ഒട്ടുക്കും അങ്ങനെ ആരും റിസ്ക് എടുത്തിട്ടില്ല. കാരണം തുടക്കത്തിൽ ഇപ്പോൾ വണ്ടർല തുടങ്ങുന്ന സമയത്ത് വേറെ ചില ചെന്നൈയിൽ ഒരെണ്ണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബോംബെയിലുണ്ടായിരുന്നു, പിന്നെ ഡൽഹിയിലുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പുറകോട്ട് പോവുകയാണ് ചെയ്തത്. കാരണം ഇതൊരു തലവേദന പിടിച്ച പണിയായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്കെന്തോ അതൊരു ഹരമായിരുന്നു. ഇനിയും അതുപോലെ വലുതാക്കണം. ഫോർ എക്സാമ്പിൾ തുടങ്ങിയ സമയത്തുള്ള വണ്ടർല അല്ല ഇപ്പോഴത്തെ വണ്ടർല, ഒത്തിരി മാറ്റങ്ങൾ വന്നു.
ഇനിയും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. കാരണം കാലത്തിനനുസരിച്ച് മാറണമല്ലോ. അതെ അതെ അതെ. ഇപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ വന്നത് ഒരു ബിസിനസ് മീറ്റിനായിരുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു കോർപ്പറേറ്റ് അവിടെ വന്നൊരു പ്രോഗ്രാം നടത്തുന്നു, വണ്ടർല പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട്. സോ അതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതെ, കാരണം അത്രയും വിശാലമായിട്ടുള്ള സ്ഥലം, അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എല്ലാ സ്കോപ്പും ഉണ്ട്. ബിസിനസ്സുകാരൻ എന്നതിലുപരിയായിട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറിന് പരിചിതമായിട്ടുള്ളത് ഒരു സോഷ്യലായിട്ടുള്ള ഒരു വ്യക്തി, എസ്പെഷ്യലി നമ്മൾ ഒരു മാതൃകയായ ഒരു വ്യക്തി കൂടിയാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ ആ കിഡ്നി കൊടുത്തതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഒരു ഐ ഓപ്പണിംഗ് തന്നെയായിരുന്നു. അത് അത്രയും വലിയൊരാൾ, അതാണ് എടുത്തു പറയേണ്ടത്. അത് അന്നത്തെ സമയത്ത് ഞാനത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 14 വർഷം കഴിഞ്ഞു. എൻ്റെ 60ാമത്തെ വയസ്സിലാണ് ഞാനത് ചെയ്തത്. അന്ന് എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. തോന്നാൻ കാരണം ആയിരടയ്ക്ക് എൻ്റെ ഒരു അകന്ന ബന്ധുവിന് ഇതുപോലെ കിഡ്നി പ്രോബ്ലം ഉണ്ടായിരുന്നു. അകന്ന ബന്ധുവായതുകൊണ്ട് ഞാൻ മാറി നിന്ന് കാണുമായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അവരുടെ ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ബാക്കി ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഒന്നും മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കിട്ടാനുമില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു ഒരു കുഴപ്പമില്ല, ഇത് 2 എണ്ണം ഒരിക്കലും ആവശ്യമില്ല, ഒരെണ്ണം ധാരാളം മതി എന്ന് ഡോക്ടേഴ്സ് ധൈര്യം പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പേഷ്യൻ്റ് മരിച്ചുപോയി. കുറച്ച് പ്രായമുള്ള ആളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ഡോക്ടേഴ്സ് പറയുന്നത് ശരിയാണെങ്കിൽ റിസ്ക് എടുത്തുകൂടാ. ഒരു നമുക്കാണെങ്കിൽ ആ സമയത്ത് പരിചയമുള്ള വേണ്ടപ്പെട്ട ആരും കിഡ്നി രോഗികളില്ലതാനും. ആ ഇടയ്ക്കാണ് ഫാദർ ഡേവിസ് ചെറമേൽ ഇതുപോലെ ചെയ്തിട്ട് പേപ്പറിലൊക്കെ വന്നത്. അപ്പോൾ അങ്ങേരെ എനിക്ക് പരിചയമില്ല. അപ്പോൾ ഞാൻ അങ്ങേരുടെ ഫോൺ നമ്പർ തപ്പിയെടുത്ത ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഫാദർ എന്നെ ഓവർടേക്ക് ചെയ്തു. ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ മനസ്സിലിട്ട് ഉരുട്ടി നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആണോ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്ക് അത്ഭുതമായി. ആൾ നേരിട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ ആൾ കുറച്ചൊരു സാമൂഹിക പ്രവർത്തകനാണ്. അപ്പോൾ ഫാദർ തീരുമാനിച്ചു, ഏതെങ്കിലും ഡിസർവിങ് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല, അത് നമ്മളൊരു സയൻസിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടാണ്, അതല്ലാതെ മണ്ടത്തരം കാണിക്കാൻ പാടില്ലല്ലോ. ഡോക്ടേഴ്സ് പറയുന്നു നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് പെർഫെക്റ്റ് ആണെങ്കിൽ കൊടുത്താൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അതൊന്ന് തെളിയിച്ചിട്ടുള്ള കാര്യമുള്ളതായി. എനിക്ക് തോന്നുന്നു മറ്റൊരു ഓൺട്രപ്രണർ എന്നല്ല, മറ്റൊരു വ്യക്തിയും അത്തരത്തിൽ റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. അല്ലല്ല, അതിനുശേഷം ധാരാളം പേര് ഉണ്ട്. തന്നെയല്ല, സ്വന്തം ക്ലോസ് റിലേറ്റീവ്സിന് ഇതിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ എത്രയോ പേര് കൊടുത്തിരിക്കുന്നു. അത് പേപ്പറിലൊന്നും വരണമെന്നില്ലല്ലോ, അത് നമ്മളൊന്നും അറിയണമെന്നില്ല. ഇത് പിന്നെ ഞാനങ്ങനെ അല്ല, അവിടെ തന്നെയാണ് അതിന്റെ ബ്യൂട്ടി. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു റീസൺ ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് അറിയാത്ത ഡിസേർവ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് പറയുന്നത്. അല്ല, അപ്പോഴേക്കും എനിക്ക് 60 വയസ്സായിട്ടുണ്ടായിരുന്നു. അല്പം സ്വല്പം നമ്മളൊക്കെ റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ ചലഞ്ച് എടുക്കാനും ഒരു ധൈര്യം കൂടുതലുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ എന്താ അങ്ങനത്തെ ഒരു അവർക്കൊക്കെ വിഷമായിരുന്നു, എതിരായിരുന്നു. എന്തിനാണ് അവർക്ക് മനസ്സിലാവുന്നില്ല, എന്തിനപ്പോൾ തലവേദന എടുക്കണേ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ അവർക്കറിയാം, ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ്. ഭൂമി കുലുങ്ങിയാലും ചെയ്യില്ല, നമ്മൾ വേണം എന്ന് തീരുമാനിച്ചാൽ അത് വേണമെന്ന് തന്നെയാണ്. ഇനി സാറിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഈ പറയുന്നത് പോലെ ബിസിനസ്, സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും സാറിന് ഈ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതാണെന്നുള്ളത്. അപ്പം പുതിയ ഓൺട്രപ്രണേഴ്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ വരുന്ന സമയത്ത് അവരൊരു പക്ഷെ കൂടുതലായിട്ട് പാനിക് ആവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസിഷൻസിൽ ചേഞ്ചുകൾ വരുത്താം. അതല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് താഴെ പോവാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ വീഗാർഡിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ വീഗാർഡിൻ്റെതായ ആ ഒരു ലെഗസിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു മാറ്ററിനെ ഹാൻഡിൽ ചെയ്യുന്നത്? വീഗാർഡ് തുടങ്ങിയിട്ട് 47 വർഷമായി. അപ്പം അതിൽ ആദ്യത്തെ ഒരു 10-35 വർഷം ഞാൻ തന്നെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്, ഞാൻ തന്നെയായിരുന്നു അതിനെ നയിച്ചിരുന്നത്. ഇപ്പോൾ ഈ അവസാനത്തെ 10-12 വർഷം ഞാൻ അതിനകത്ത് ഇല്ല, മക്കളാണ് നോക്കുന്നത്. വീഗാർഡായാലും ശരി, വണ്ടർലയായാലും ശരി. ഞാൻ പറയും, ഇപ്പോൾ 10-12 വർഷമായിട്ട് ഞാൻ അവിടെ വല്ല വളർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. പക്ഷേ ആദ്യത്തെ ആളുകളിൽ ഞാൻ തന്നെയായിരുന്നു.
അപ്പോൾ ഈ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങളുണ്ടാവും. അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ മതി. പലപ്പോഴും പല കോളേജിലൊക്കെ ടോക്കിന് വിളിക്കും. അപ്പോൾ അവരെന്നെ വിളിക്കാണ്ടായി തുടങ്ങി. കാരണം ഞാൻ പലപ്പോഴും ഡിസ്കറേജ് ചെയ്യും. നല്ല ആത്മധൈര്യം തുടങ്ങിയാൽ മതി കേട്ടോ. വെറുതെ എന്താ പറയുക, അയ്യോ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, ആ കാരണം കൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാഞ്ഞത്, ഈ കാരണം കൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാഞ്ഞത്. നോ, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും. കോമ്പറ്റേറ്റർ വഴിക്കായിരിക്കാം, ഗവൺമെൻറ് വഴിക്കായിരിക്കാം, യൂണിയൻ തൊഴിലാളികൾ വഴിക്കായിരിക്കാം. പക്ഷെ അതിനൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറല്ലാത്തവർ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടണ്ടെന്നേ. എന്തിനാണ് നിങ്ങൾ വെറുതെ ഇത്രയും പഠിച്ച് നല്ല ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട്? തീർച്ചയായിട്ടും ബിസിനസ് എന്നുള്ളൊരു കാര്യം തന്നെ വേറെയാണ്, പ്രൊഫഷൻ, ഒരു ജോലി എന്നുള്ള കാര്യം തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബിസിനസ്സുകാരനാവാൻ സാധിക്കും? തീർച്ചയായിട്ടും. അയാൾക്ക് കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയും സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും പിന്നെ നല്ലവണ്ണം ആത്മധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയും, ഒരു ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ബിസിനസ് എന്താ പറയുക, ഒരു മൈൻഡ് സെറ്റ്, അതെനിക്കറിയില്ല അതെങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത്. ഞാനങ്ങനെ ഒരു എന്താ പറയുക അനലിസ്റ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ തീരെ പഠിക്കാത്തവർ പോലും ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട്. എത്ര പേര് പറയാം. നല്ല വിദ്യാഭ്യാസമുള്ളവരും ബിസിനസ്സിൽ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നാരായണമൂർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടറ്റവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതാണോ കാര്യം? വിദ്യാഭ്യാസമാണോ? അല്ല. പിന്നെന്താണ്? അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു വീട്ടമ്മ ഒരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ പല ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അത് കറക്റ്റ് സമയത്ത് ചേർത്താൽ മാത്രമേ അത് ആ ഡിഷ് സക്സസ്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ, രുചിയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ചേരുവ. അതെനിക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയില്ല. ഓരോരുത്തർക്കും ഓരോ റെസിപ്പിയാണ് കാര്യത്തിൽ. അത് പലർക്കും പല റെസിപ്പിയാണ്. അപ്പോൾ പക്ഷേ അതിനകത്തൊരു കോമൺ ഇതുണ്ട്, ഈ മിനിമം, അതായത് ക്വാളിറ്റി കോൺഷ്യസ്നെസ്, സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, പ്രോപ്പർ ആഫ്റ്റർ സെയിൽ സർവീസ്, ആത്മധൈര്യം, അങ്ങനെ പോകുന്നു. അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഒരു 20 ഐറ്റം വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അല്ലാതെ നമ്മൾ മറ്റേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനാവാം എന്ന് പറയുന്ന, എന്നാൽ ഈ പറയുന്ന ആളാന്ന് ചെയ്ത് കാണിക്കട്ടെ. അതിന് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അഞ്ചൊന്നല്ല. അല്ല, ഇപ്പൊ ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ എത്രയാണെങ്കിൽ പോലും നമ്മൾ അതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? അതൊരു ടൈം പീരീഡിൽ പഠിക്കുന്നതാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയ ആളാണ്, രണ്ടും കൽപ്പിച്ച്. കാരണം എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി ഇരിക്കുമ്പോഴും ഞാൻ വേറെ ജോലി അന്വേഷിച്ചിരുന്ന ആളാണ്. പിന്നെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ വേറെ നല്ല ജോലി കിട്ടിയില്ല. അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണം. നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതുമായിട്ട് അങ്ങനെ പോയേനെ. അപ്പോൾ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ജസ്റ്റ് 2 പേരായിട്ട് തുടങ്ങുന്നു, അങ്ങനെ പടിപടിയായിട്ട് പഠിച്ചെടുത്ത ആളാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് MBA അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു അറിവുമില്ല. ഓരോ സ്റ്റെപ്പും പഠിച്ച് മുന്നോട്ട് പോയ ആളാണ്. അതുകൊണ്ടാണ് 10-47 വർഷം എടുത്ത് ഇതുപോലെ ആവാനായിട്ട്. അല്ല, അത് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ഇപ്പം ഓവർനൈറ്റ് സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ ജസ്റ്റ് ഒരു ഞൊടിയിടയിൽ ഒരു വലിയൊരു ഓൺടർപ്രണർ ആവുന്നു എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ? അല്ല, അത് ഇപ്പോൾ കാര്യങ്ങൾ പണ്ടത്തെ അപേക്ഷിച്ച് എല്ലാം ഫാസ്റ്റ് ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ജനിച്ചു തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. 1950 മോഡലാണ്, പഴയ മോഡലാണ്. അന്നത്തെ ഒരു കാലഘട്ടം വളരെ സ്ലോ ആയിരുന്നു. വീട്ടിൽ TV ഇല്ല. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആ നാട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വലിക്കുന്നത് തന്നെ, ലൈൻ വലിക്കുന്നത്. അതുവരേക്ക് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിലിരുന്ന് പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, 3rd സ്റ്റാൻഡേർഡിലൊക്കെ. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി വരുന്നു. അപ്പോഴും വീട്ടിൽ റേഡിയോ മേടിച്ചിട്ടില്ല. പിന്നെ ഞാൻ 7th സ്റ്റാൻഡേർഡിൽ മറ്റാണ് വീട്ടിൽ റേഡിയോ തന്നെ മേടിക്കുന്നത്. അപ്പോഴും പിള്ളേരൊന്നും തൊടാൻ പാടില്ല. ഭാഗ്യത്തിന് ഞാൻ അപ്പോഴേക്കും 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് എനിക്കൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഓഫാക്കാം. താഴെയുള്ള പിള്ളേർക്കൊന്നും തൊടാൻ പാടില്ല. അങ്ങനെ അതേമാതിരി ഒരു ഫാൻ മേടിക്കുന്നു. ഈ ഫാൻ പകല് ഡ്രോയിങ് റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കും, രാത്രി പാരൻസിൻ്റെ ബെഡ്റൂമിലേക്ക് വയ്ക്കും ടേബിൾ ഫാൻ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു.
അങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് പണ്ട് നീങ്ങിയിരുന്നത്. ഇപ്പോൾ അത് പിടിപിടി കാര്യങ്ങൾ ഫാസ്റ്റാണ്. അതെ. ഇപ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു അത് സെയിം ടെക്നോളജി വിത്തിൻ 3 months ഇന്ത്യയിലേക്ക് വരുന്നു. അവിടെ എന്ത് സാധനം ഉണ്ടെങ്കിൽ പണ്ട് അങ്ങനെയായിരുന്നില്ല. നമ്മൾ കേട്ടിട്ടുള്ളൂ അമേരിക്കയിൽ അങ്ങനെയുണ്ട്, യൂറോപ്പിൽ ഇങ്ങനെയുണ്ടെന്ന്. ഈ വിത്തിൻ 3 months ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ സക്സസ് ഫാസ്റ്റ് ആയിരിക്കും, ഫെയിലിയറും ഫാസ്റ്റ് ആവാം. അപ്പം അത് കണ്ടിട്ട് ഞാൻ പറയും ഈ അമ്പാറ്റകളെ പോലെ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ബിസിനസ്സിനെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ കണക്കുകൾ പറയുന്നത് 100 പേര് തുടങ്ങിയതിൽ 90 പേരും ഫെയിലാവുകയാണ് കണക്കുകൾ. 10 പേരാണ് രക്ഷപ്പെടുന്നുള്ളൂ. അതിൽ തന്നെ 1% ആളാണ് എക്സ്ട്രാ ഓർഡിനറി എടുത്തു പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വരുന്നുള്ളൂ. നിങ്ങളെല്ലാവരും പോയി ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെയും കൂടി ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, ഈ ഫെയിലിയേഴ്സ്, എന്നാലേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഫെയിലിയേഴ്സ് യഥാർത്ഥത്തിൽ ശരിക്കും ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട്. ഫെയിലിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരെന്ത് പറയുമെന്ന് വിചാരിച്ച് മുന്നോട്ട് വരാൻ ഭയക്കുന്ന ആളുകളും കൂടിയാണ്. അപ്പോൾ അവിടെ അത് ശരിക്കും സാർ പറഞ്ഞത് കറക്റ്റ് ട്രിഗറും കൂടിയാണ്. ഒരുപാട് ആളുകൾ തോറ്റു പോകുമ്പം, ഇപ്പം റീസെൻ്റ്ലി എടുത്ത് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ എക്സാം വരുന്ന സമയത്ത് റിസൾട്ട് ഭയന്ന് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ വരെയുണ്ട്. സോ തോൽവി എന്ന് പറയുമ്പം വളരെ വലിയൊരു ഭയമാണ്. പലതരത്തിലുള്ള തോൽവികൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഫെയിലിയർ ഞാൻ കുത്തിയിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്. കാരണം നമ്മളത് ആവർത്തിക്കണ്ടല്ലോ. അങ്ങനെയാണ് പലരും മിടുക്കുള്ളവർ ചെയ്യുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഫെയിലിയർ സ്റ്റോറികളും വായിക്കാറുണ്ട്, പിന്നെ സക്സസ് സ്റ്റോറികളും ധാരാളം കാണാറുണ്ട്. ഇന്നിപ്പോൾ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ വേറെ നെറ്റ്ഫ്ലിക്സിലോ എത്രയോ ഡോക്യുമെൻ്ററികൾ കിടക്കുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ളവർ. ബിസിനസ് മാത്രമല്ല, സ്പോർട്സിലായാലും ശരി, അല്ലെങ്കിൽ ഈവൻ ആർട്ടിലായാലും ശരി, സക്സസ്ഫുൾ ആയിട്ടുള്ളവർ. ഫോർ എക്സാമ്പിൾ ഈ അടുത്ത് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റീഫൻ സ്പിൽബർഗ്. അപ്പോൾ അങ്ങേര് തുടക്കത്തിൽ പലതും ഫെയിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്, അങ്ങേരെ ഫ്ലോപ്പായിട്ടുണ്ട് അത്ര. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അയാൾ ഒരെണ്ണം സൂപ്പറായിട്ട് ചെയ്യും. ജോസൊക്കെ അങ്ങേര് ചെയ്തതാണ്, അതേമാതിരി ET എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇയാളെ ഞാൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, അതായത് എങ്ങനെ ഇങ്ങേര് ഇതുപോലെ ആയി തീർന്നു. ഇപ്പോൾ പ്രായമായി എന്നിട്ട് പോലും പുള്ളി കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിവിൻ്റെ റെസിപ്പി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലത്. അല്ല, അപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം ജയിക്കണം, തോൽവിയുടെ കാര്യം പറയണമെങ്കിൽ എന്നുള്ളത്, ജയിക്കുന്നവർ തീർച്ചയായിട്ടും തോൽവി മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം അവർ ചെയ്ത മണ്ടത്തരം നമ്മൾ ആവർത്തിക്കണ്ടല്ലോ, അത് ഒഴിവാക്കാമല്ലോ. അവർക്കോ പറ്റി അതന്നെ. ചിലവർ സെയിം മണ്ടത്തരം തന്നെ പിന്നെയും ആവർത്തിക്കുന്നത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവരിതിന് ഫിറ്റ് അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ഫസ്റ്റത്തെ ബിസിനസ്സാണ് ശരിക്കും V-Guard അല്ലേ? അതിലെങ്ങനെയാണ്? കാരണം ഫെയിലിയേഴ്സോ അല്ലെങ്കിൽ ഒരു ഡൗൺ ടൈമോ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു? ധാരാളം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ എണ്ണി പറഞ്ഞ് നിങ്ങളുടെ സഹതാപം. സഹതാപത്തിനല്ല, സാർ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ V-Guard വളരെ ചെറുതായിരുന്നു. 10-25 അല്ലെങ്കിൽ 10-40 ജോലിക്കാരുള്ള സമയത്ത് പോലും ഞങ്ങൾക്ക് ലേബർ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അന്ന് കാലത്ത്. 82, 83, 84 പീരീഡിലൊക്കെ. അന്ന് എന്നെ ആരും അറിയ പോലുമില്ല. പക്ഷെ അപ്പോഴും നമ്മളത് തരണം ചെയ്തേ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഒരു വഴിത്തിരിവ് ആക്ച്വലി V-Guardന് ഉണ്ടായത്. അതായത് ഔട്ട്സോഴ്സിങ്, അതായത് മറ്റ് ചാരിറ്റബിൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ സൊസൈറ്റികളിൽ മാനുഫാക്ചർ ചെയ്യിച്ചിട്ട് പ്രൊഡക്ഷൻ എടുക്കുന്ന ഒരാശയം നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. ജപ്പാനിൽ അങ്ങനെ ചെയ്യാറുണ്ട്. കുടിൽ വ്യവസായം പോലെ വർക്ക് അലോട്ട് ചെയ്ത് വൻകിട കമ്പനികൾ, പാനസോണിക്കും പോലുള്ളവരൊക്കെ റേഡിയോ ഒക്കെ അസംബിൾ ചെയ്യുന്നത് വീടുകളിലാണ്. അതിൻ്റെ ടെക്നോളജി കംപ്ലീറ്റ് കൊടുക്കുന്നത് പാരൻറ്റ് കമ്പനിയാണ് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്തുകൊണ്ട് അത് പരീക്ഷിച്ച് നോക്കി കൂടാന്നിട്ട് ഞാനത് ചെയ്തു, വിജയിച്ചു. എന്നിട്ട്
ആ കാലത്തൊക്കെ കുറേ പ്രൊഡക്ഷൻ അത്തരത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരുപാട് പുറകോട്ട് എന്താ പറയുക പാളിച്ചകളുണ്ടാവും. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് എല്ലാം സക്സസ് ആയിരുന്നു. ചിലർ പറയും നിങ്ങൾ ഭാഗ്യവാനാണ്. ഞാൻ പറയും ഭാഗ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഭാഗ്യമാണെങ്കിൽ ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവാം. അല്ലാതെ എല്ലാ ആഴ്ചയിലും എല്ലാ മാസവും എല്ലാ കൊല്ലം 47 വർഷം ഭാഗ്യം അതൊരിക്കലും ഉണ്ടാവില്ല. ഭാഗ്യക്കേടും ഉണ്ടാവാം. പക്ഷെ ഞാൻ പലപ്പോഴും പറയും ഈ സെറ്റ് ബാക്ക് വരുമ്പോൾ അത് മനസാന്നിധ്യത്തോടെ പിടിച്ചു നിൽക്കുന്നവരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ വന്നപ്പോൾ എത്രയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ അതിജീവിച്ചല്ലേ പറ്റുള്ളൂ. എത്രയോ പേര് സക്സസ്ഫുള്ളായിട്ട് അതിജീവിച്ചു. ചിലർ വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നിട്ടുള്ളവരുണ്ട്. സക്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഇടയ്ക്ക് ഫെയിലിയർ ഉണ്ടാവും എന്ന് തന്നെ വിചാരിച്ചോളണം. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാൻ പറ്റും, ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. വികാടൊക്കെ ചില ഫെയിലിയർ പ്രോഡക്ട്സ് തന്നെ ഞങ്ങൾ നിർത്തി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ അല്ലാതെ വികാട് ഒരിടയ്ക്ക് ക്ലോക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് ക്ലോക്ക്സ് ഉണ്ടായിരുന്നു. അത് ലാഭകരമല്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തേണ്ടി വന്നു. അങ്ങനെ നിർത്തിയ ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ ആരും ഓർക്കാറില്ല. നിർത്തിയ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോഴേ ഈ ബിസിനസ്സിൽ നിന്ന് ഇപ്പം റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു വേർഡും കൂടിയാണത്. കാരണം നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ മൊമെന്റിൽ ആ ബിസിനസ് ക്വിറ്റ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയുന്നു എന്ന് വിചാരിച്ച്. അതെ ചിലരുണ്ട് അത് നാണക്കേടായിട്ട് ഒളിച്ചു വെച്ച് അതെങ്ങനെയും കടിച്ചു പിടിച്ച് അതുമേ തന്നെ തൂങ്ങിക്കിടന്ന്, അത് പല കാരണം കൊണ്ടായിരിക്കാം. മാറി ചിന്തിക്കൂ, വേറെ ഏതെങ്കിലും ലൈനിലേക്ക് കിടക്കൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ആശയങ്ങൾ എപ്പോഴും വിജയിക്കണം എന്നില്ലല്ലോ. അതെ. ഇനിയിപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ, കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരു ജോലി കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ലൈഫിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായി, അല്ലെങ്കിൽ ഒരു മാതൃകയാവുന്ന ഒരു ഓൺട്രപ്രണറായി മാറി. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ഓൺട്രപ്രണർ ജനിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇപ്പം റീസെൻ്റ്ലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ പോലും ഒരു ഓൺട്രപ്രണറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ എങ്ങനെയാവണം അല്ലെങ്കിൽ എന്താവണം അത്തരത്തിലുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് അതിന് കൊടുക്കാനായിട്ട് പറ്റും തോന്നുന്നുണ്ടോ സാർ? അല്ല, അതങ്ങനെ റെഡി നേരത്തെ പറഞ്ഞ മാതിരി ഒരു പ്രിന്റ് ചെയ്തിട്ടൊരു റെസിപ്പി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ബിസിനസ്സുകാരായനെ. അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ MBAക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ കാര്യങ്ങൾ അറിയാതെ പഠിക്കുന്നുണ്ട്. കാരണം അവരും എടുക്കുന്നതുമാതിരി ഇതുപോലെ സക്സസ് സ്റ്റോറി അനലൈസിങ് ഒക്കെ തന്നെയാണ് MBAയിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഏതൊരു സിനിമയിൽ ചോദിച്ച മാതിരി നീയൊക്കെ എന്തിനാണ് പഠിക്കണതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ BCom പഠിക്കണതെന്ന് പറഞ്ഞപ്പോൾ അല്ലടാ നീ എന്തിനാണ് പഠിക്കണതെന്നാണ് ചോദിക്കണേ. ഇതുപോലെ ഇത് MBA പഠിച്ചാലും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടില് ബിസിനസ് എന്ന് പറയുന്നതിന് മാത്രം, ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ അത് ഒരിക്കലും ഒരു സിലബസിൽ ഒതുങ്ങില്ല എന്നല്ല. ഏത് കോഴ്സ് എടുത്താലും അതൊക്കെ ജോലിക്കുള്ള കോഴ്സുകളാണ്. ബിസിനസ്സിനുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം. ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ള, ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പഠിച്ച ഒരാൾ ഡോക്ടർ മാത്രമേ ആവുള്ളൂ. അതുപോലെ ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സ് അല്ല. ഒരു ബിസിനസ്സിന് ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് കുറേ പേര് വിജയിക്കുന്നത്, എന്തുകൊണ്ടാണ് കുറേ പേര് ഫെയിലാവുന്നത്? ചിലവർ വെരി അൺഅസ്യൂമിങ് ആയിട്ട്, അതായത് കണ്ടാൽ പാവം പോലെ ഇരിക്കും, വലിയ മിടുക്കൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ സംസാര കഴിവൊന്നുമില്ല, എന്നിട്ട് അയാൾ ബിസിനസ്സിൽ വിജയിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വലിയ വിദ്യാഭ്യാസം പോലും ഇല്ല, അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സാഹചര്യം പോലും അതിന് അനുകൂലമായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ പറയും അതൊരു ആർട്ടാണ് ബിസിനസ്. അത് കുറച്ച് ഇൻബോൺ ഉണ്ടായിരിക്കാം ചില ഘടകങ്ങൾ, പക്ഷേ കുറേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഫോം പഠിക്കുകയാണെങ്കിൽ ബേസിക്കായിട്ട് ചിലവർക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാൽ ഡബിളി ബെറ്ററാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ആദ്യം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ യാതൊരു താളവും
രാഗമില്ലാത്തവനെ എത്ര നാള് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചാലും കാര്യമില്ല എന്ന് തോന്നാറുണ്ട്. ഇനിയിപ്പോ ടെക്നോളജി ശരിക്കും സാറിന്റെ ഒരു മാറ്ററാണ്. ഇപ്പൊ സാർ അന്ന് ഒരു സയന്റിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഓൺടർപ്രണർ ആയി ആ ഒരു ഫീൽഡ് തന്നെ കിട്ടി. ഇപ്പൊ എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ഒരു സയന്റിസ്റ്റ് എന്ന രീതിയിലായി മാറണം? കാരണം ഇപ്പം സാറ് ഫുള്ളി എക്യുപ്ഡ് ആണ്, സാറിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം സാറിന്റെ റിസർച്ച് മൈൻഡ് ഇപ്പോഴും മാറിയിട്ടുമില്ല. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ആ റിസർച്ച് മൈൻഡ് എൻ്റെ ബിസിനസ് വളർച്ചയിൽ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് വാട്ട് നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ തന്നെ വാട്ട് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി അതും എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും അതും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, സാധാരണ പലരും ഇതൊക്കെ ധാരാളം മതി, ഇത് ധാരാളം വിറ്റ് പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഒബ്സൊലീറ്റ് ആവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വി ഗാർഡിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റെബിലൈസർ ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, വാട്ടർ ഹീറ്റർ ആയിക്കോട്ടെ, തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്ന സ്റ്റെബിലൈസറോ വാട്ടർ ഹീറ്ററോ ഇപ്പോഴത്തെ അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ എല്ലാം തന്നെ കെട്ടും മട്ടും രൂപഭാവം എല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം, അപ്പിയറൻസ് വൈസ് ബെറ്റർ ആയിരിക്കണം, ക്വാളിറ്റി വൈസ് ബെറ്റർ ആയിരിക്കണം. ഇതെല്ലാം മിക്സ് ആണെങ്കിലല്ലേ, അല്ലാതെ കസ്റ്റമർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. വി ഗാർഡ് മാത്രമല്ലല്ലോ, വി ഗാർഡ് പണ്ടൊക്കെ ഒന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിനേക്കാളും നല്ലത് വന്നിട്ടുണ്ടെന്ന് പറയും അല്ലേ? അതെ, അപ്പൊ അത് വരാതെ നോക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. തീർച്ചയായിട്ടും. സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികള്, കാരണം സാറിന് എളുപ്പമല്ല ഒരാള് സാറിന് ഇൻഫ്ലുവൻസ്. ഞാൻ ഒരിടയ്ക്ക് ആദ്യമൊക്കെ ഞാൻ പറയും, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വായനാശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഫിക്ഷൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗൂസ് ബംസൊക്കെ വരുമായിരുന്നു ഫിക്ഷൻ. പിന്നെ ബിസിനസ്സൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ നമുക്ക് ഒരു പോരായ്മ തോന്നിയിരുന്നു. അയ്യോ, എനിക്ക് MBA ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അറിവ് നേടണം ഈ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത്തരം ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. മറ്റേ സെൽഫ് ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബുക്കുകളും ഈവൺ അതിൻ്റെ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ ആ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാനിതൊന്നും പഠിക്കാത്ത ആളാണല്ലോ എന്നുള്ള, ടെക്നോളജി മാത്രമല്ല എന്ന് മനസ്സിലായി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ. പിന്നെ ഞാൻ ഈ ബയോഗ്രഫികൾ വായിക്കാൻ തുടങ്ങി. ഓട്ടോബയോഗ്രഫി ആയാലും ശരി, അത്തരത്തിലുള്ള ഡോക്യുമെൻ്ററികൾ ഇപ്പോൾ വായിക്കണമെന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നെറ്റ്ഫ്ലിക്സിലെല്ലാം അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ചെറുപ്പക്കാരോട് പറയും, നിങ്ങൾ ഈ സിനിമയൊക്കെ കണ്ടിരിക്കുന്നതിന് പകരം അതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഏതെങ്കിലും സക്സസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിലിം വേൾഡാണെങ്കിൽ അത്, അല്ലെങ്കിൽ ബിസിനസ് വേൾഡാണെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ഫീൽഡാണെങ്കിൽ അതിലുള്ള സക്സസ് ആയിട്ടുള്ളവരുടെ ഹിസ്റ്ററി, ബയോഗ്രഫി വാച്ച് ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടാവും നമുക്ക് പഠിക്കാനായിട്ട്. പക്ഷെ നമ്മൾ പഠിക്കണം. അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിന് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതി. സാറിന് തന്നെ അനലൈസ് ചെയ്യുന്നു. സാറിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു അറിവിന്റെ പ്രശ്നം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സാറ് തന്നെ അത് നികത്തുന്നു. ആ ഒരു പ്രോസസ്സ് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കാൻ തുടങ്ങി. കാരണം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് ഉണ്ട്. അതേസമയം പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചില മാനേജേഴ്സ് എന്നെക്കാളും മിടുക്കരാണ്. അവർക്ക് നല്ല IQ ഉണ്ട്, നല്ല കോമൺ സെൻസ് ഉണ്ട്. ഇപ്പം എന്തുകൊണ്ട് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൂടാ? അവർ ചെയ്യട്ടെ എന്നേ. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വി ഗാർഡൊക്കെ ഇത്രയായത് ആ ഒരു ചിന്താഗതി തന്നെയാണ്. അതായത് ഡെലിഗേഷൻ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ഞാനതിൻ്റെ മുന്നിൽ നിൽക്കുന്നു മാത്രം ഒരു. പക്ഷേ അതേസമയം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ ഒത്തിരി പേരാണ്. അപ്പോൾ സക്സസിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് വേണ്ടതാനും. അത് അത്രയും എലിജിബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ എംപവർ ചെയ്യാതെ, അവർക്ക് അധികാരങ്ങൾ കൈമാറാതെ ഒരിക്കലും ഒരു സ്ഥാപനം വലുതാവില്ല. ഇപ്പം ഞാൻ
ക്യൂരിയോസിറ്റി ആയിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതായത് ഈ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗോദ്റെജ് ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. കാരണം ഇവരിടയ്ക്ക് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷം മുമ്പ് രത്തൻ ടാറ്റ കേരളം സന്ദർശിക്കുന്നു, വലിയ ന്യൂസായിട്ട് പേപ്പറിൽ വരുന്നു. അപ്പം ഞാൻ ഇങ്ങേര് ഇവിടെ വരാറില്ലേ, കാരണം ഇങ്ങേർക്ക് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, ഏക്കർ കണക്കിന് ടീ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ഹോട്ടലുകളുണ്ടല്ലോ. അപ്പം ഇങ്ങേര് ഇവിടെ വരാറില്ല എന്ന്. അതായത് പുള്ളി ഇവിടെ വന്നിട്ട് 10 വർഷമായി, ആദ്യമായിട്ട് 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേരളം സന്ദർശിക്കുന്നതെന്ന്. ഓഹോ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പുള്ളിക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളുണ്ട്, കേരളത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ആളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നോക്കാൻ ആളുണ്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ ബിസിനസ് വളർന്നത്. തീർച്ചയായിട്ടും. അല്ലാണ്ട് വലിയ കോടികളിലെ ബിസിനസ്സൊക്കെ നടക്കണമെങ്കിൽ അത് മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പോൾ നമ്മൾ മിടുക്കുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം എന്ന് തന്നെയാണ്. ഇപ്പം അതേ ക്യൂരിയോസിറ്റി ഇപ്പോൾ ബിസിനസ് തുടങ്ങിയവർക്കും ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. കാണുമ്പം സാർ ഇത് എങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു? സാറിന് ഓരോ വിങ് ആണല്ലോ, അപ്പം വയറിനൊരു വിങ്, സ്റ്റെബിലൈസറിനൊരു വിങ്, സോളാറിനൊരു വിങ്, അങ്ങനെ ഒരു വിങ് ആക്കി മാറ്റിയേക്കാം. അതെ, എല്ലാം ഡിഫറെന്റ് പോർട്ട്ഫോളിയോസ് ആണ്. അതെങ്ങനെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ടാവും. അതങ്ങനെ ആയിത്തീർന്നതാണ്. കാരണം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഈ ഗ്രൂപ്പിൽ യങ് എൻജിനീയേഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയവർ ആരാണ്? അപ്പോൾ നോക്കുമ്പോൾ ആൾ മിടുക്കനാണ്, സ്ട്രേറ്റ് ഫോർവേഡാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷേ അയാൾക്ക് ചില കുറവുകളുണ്ടായിരിക്കും. നോക്കുമ്പോൾ അയാൾ അത്ര ഔട്ട് സ്പോക്കൺ ആയിരിക്കില്ല. അപ്പോൾ അയാൾ നമ്മൾ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഈവനിങ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യിച്ച് അതിൻ്റെ ഫീസ് നമ്മൾ കമ്പനി കൊടുക്കും. പാർട്ട് ടൈം MBA ഒക്കെ പഠിക്കാൻ വിടും, അല്ലെങ്കിൽ ഈവൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വിടും. അങ്ങനെ അയാളെ അറിയാതെ നമ്മൾ മോൾഡ് ചെയ്യും, എന്നിട്ടേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇയാൾ നല്ലൊരു എൻജിനീയറാണെന്ന് വിചാരിച്ചിട്ട് അയാളെ പിടിച്ച് മാനേജറാക്കിയാൽ കൊളാക്കും. അതിന് മുമ്പ് നമ്മൾ അയാളെ മോൾഡ് ചെയ്യണം. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ വണ്ടർലയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ഒരു യങ് ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യിപ്പിച്ച് അവരെ നമ്മൾ പൊട്ടൻഷ്യലി ആക്കി എന്നുള്ളത്. ഇവിടെയും നമ്മൾ അതുപോലത്തെ ഒരു സിസ്റ്റം, ശരിക്കും യങ് വേഴ്സസ് ഒരു ഏജ്ഡ്. കാരണം ഏജ്ഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വൈസ് നോക്കാറുണ്ട്. ജോലിക്ക് എടുക്കുന്ന സമയത്ത് ഓക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, സോ നമ്മൾ അതിന് വേറെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് ഒരു യങ് ആയിട്ടുള്ള ഒരാളെ എടുക്കുന്നു, ആളിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, ആൾക്ക് ആ പൊസിഷൻ കൊടുക്കുന്നു. അല്ല, ആക്ച്വലി എനിക്ക് തന്നെ ചിലപ്പോൾ എന്നെ പറ്റി അത്ഭുതം തോന്നും. കാരണം ഇപ്പം എനിക്ക് 74 വയസ്സായി. ഞാനിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നത് 10-40 വയസ്സ് മാത്രം പ്രായമുള്ള ആളുകളായിട്ടാണ്. അവർ എന്നെക്കാളും 10-35 വയസ്സിന് താഴെയാണ്. അവരെ കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യിച്ചെടുക്കുന്നത്. എൻ്റെ ഒരു പുറകിൽ നിന്നുള്ള ഒരു മോറൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പുഷ്, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയും കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ഞാൻ പറയും, ഞാൻ ബേസിക്കലി ഒരു മടിയനാണ്. കാരണം പരമാവധി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അപ്പോൾ ചില തെറ്റുകളൊക്കെ പറ്റട്ടെ, അവർ ചമ്മിയാലേ അവർ പഠിക്കുകയുള്ളൂ. പക്ഷെ ആ നേരത്ത് ചിലവരുണ്ട്, എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തി കഴിഞ്ഞാൽ ആകെ ബഹളം ഉണ്ടാക്കി അവനെ ആകെ എന്താ പറയുക മോറലി ഡിസ്കറേജ് ചെയ്ത് അപ്പം അവൻ്റെ ആത്മധൈര്യം പോവും, ആകെ കുളമാവും. അതിന് പകരം അറിയാത്ത മാതിരി ആ സാരില്ല, നമുക്ക് വേറെ റൂട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ആ ഒരു ചമ്മൽ, അവൻ സ്വയം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. അങ്ങനെ എത്രയോ പേര് വളർത്തിയെടുത്തിരിക്കുന്നു. കാരണം തുടക്കത്തിലൊന്നും V-Guardന് ഇപ്പോൾ IIM-ന്നോ IIT-ന്നോ ഒന്നും റിക്രൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഉണ്ട് കേട്ടോ, പക്ഷെ അന്ന് പറ്റിയിരുന്നില്ല. അന്ന് ഞാൻ പറയും ഈവൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പോലും നമുക്ക് കിട്ടില്ല. കാരണം അതൊക്കെ വലിയ ചൂണ്ടിക്കൊണ്ടുപോകും. അപ്പോൾ സാധാരണക്കാരെ വെച്ചിട്ടാണ് ഞാനിത് വളർത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് കുറേ നാൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയത്. ജീവിതത്തിനോട് എങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട്? കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് അവർക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നു. എങ്ങനെയാണ് ജീവിതത്തോടുള്ളൊരു കാഴ്ചപ്പാട്? അല്ല, ഞാൻ പറയും ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ചിലപ്പോൾ എനിക്കും ദേഷ്യമൊക്കെ വരും, അത് വേറെ കാര്യം. അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞ ആളെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നമുക്കൊരു റീതിങ്കിങ് വേണം എപ്പോഴും.
ഓക്കെ ഇന്നലെ ചെയ്ത കാര്യം ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്ത കാര്യം ശരിയായിരുന്നോ എന്നുള്ളൊരു റീത്തിങ് വേണം. നമ്മളെപ്പോഴും എന്താ പറയുക, ട്യൂൺ ചെയ്യണം എന്നർത്ഥം നമ്മളെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു മറ്റേ ഈ ഡി ജെ പാർട്ടി ഡി ജെ മാസ്റ്റർ, അയാൾ ഒരുപാട് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നീക്കണതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്തിനാ ഒരുപാട്. അപ്പോൾ അത് അയാൾക്ക് ആ പെർഫെക്ഷൻ വരണമെങ്കിൽ അയാൾ അത് അങ്ങോട്ട് കുറച്ച് നീക്കി, ആ കൺസോളിൽ ഇത് കുറച്ച് ഇറക്കി ഉയർത്തി, അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ അത് ആലോചിക്കുമ്പോൾ അതൊക്കെ അത്യാവശ്യമാണെന്ന് തോന്നും. കാരണം ഇപ്പോൾ നമ്മളൊരു ഡ്രൈവറോട് ഡീൽ ചെയ്യുമ്പോഴും, അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറോട് ഡീൽ ചെയ്യുമ്പോഴും, മാനേജറോട് ഡീൽ ചെയ്യുമ്പോഴും അതിനതിൻ്റേതായ ഒരു മിനിമം മാനേഴ്സ് എത്തിക്സ് ഒക്കെ വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി സാറിൻ്റെ പ്രോജക്റ്റുകളിൽ എല്ലാത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സാറിന് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, പച്ചപ്പില്ലാത്ത പ്രോജക്റ്റുകൾ വളരെ കുറവാണ്. വളരെ പച്ചപ്പ് എന്ന് പറയുന്നതിനോട് ഭയങ്കരമായൊരു ഇഷ്ടമാണ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന. അതിനെനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു 10-20 വയസ്സ് വരയ്ക്ക് നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാണ്. കോളേജിൽ പോകുമ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ ഡേ സ്കോളറായിരുന്നു, നാട്ടിൽ നിന്ന് പോയി വന്നിരുന്നത്. പിന്നീടാണ് ഹോസ്റ്റലിലൊക്കെ നിന്നത്. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നാട്ടിലത്തെ പച്ചപ്പും ഭൂപ്രകൃതിയൊക്കെ കണ്ടിട്ട് സിറ്റിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ സിറ്റിക്കകത്തും അപ്പാർട്ട്മെൻറ്റിലായാലും ശരി, മറ്റേ വെർട്ടിക്കൽ ഓഫീസ് ബിൽഡിങ്ങിലായാലും ശരി, എന്തുകൊണ്ട് പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ, ഒരു കൗതുകത്തിന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഇപ്പോൾ വി ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഇപ്പോൾ പണിതിട്ട് തന്നെ ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് പണിയുമ്പോൾ ഞാൻ പറഞ്ഞു, അതിനും ഒരു യങ് ആർക്കിടെക്റ്റിനെ വിളിച്ചത്. കാരണം അതൊരു സ്വാർത്ഥതയാണെന്ന് വിചാരിച്ചത്. കാരണം എന്നാലല്ലേ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർ നമ്മളെ ഭരിക്കും. അവർ പറയും, അങ്ങനെയൊന്നും പറ്റില്ല, അത് നിങ്ങളെന്ത് മണ്ടത്തരാ പറയണമെന്നൊക്കെ നല്ല പോപ്പുലറായിട്ടുള്ള ആർക്കിടെക്ട്സ് പറയും. ഇതൊരു പാസ് ഔട്ട് ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷേ അയാൾക്ക് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ റാങ്കൊക്കെ കിട്ടിയ ആളാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാ ഫ്ലോറിലും ചെടി വേണം, എല്ലാ ഫ്ലോറിലും വരാന്ത വേണം. അപ്പോൾ നേര് പറഞ്ഞു, സാർ ഇതൊക്കെ നടക്കുമോ? എന്താണ് നടക്കാത്തത്? അല്ല, ഞാൻ വേണമെങ്കിൽ വരച്ചൊക്കെ തരാം കൃത്യമായിട്ട്, പക്ഷേ ഇതൊക്കെ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റണമല്ലോ. നമ്മൾ വിദേശത്ത് ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഇങ്ങനെ ബിൽഡിങ്ങുകളിൽ വെർട്ടിക്കൽ ഗാർഡൻ പോലെയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല? അപ്പോൾ പിന്നെ അത് എൻ്റെ ഉത്തരവാദിത്തമായി. ഞാൻ അതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അത് ശരിയാണ്, അങ്ങേര് പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. അത് സൂക്ഷ്മമായിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണം, കാരണം ചെടിയാണ്, ജീവനുള്ളതാണ്, അത് വളരും, അതിൻ്റെ വേരുകൾ ഈവൻ നമ്മുടെ ഡൗൺ പൈപ്പിലേക്കൊക്കെ ഇറങ്ങും, അതൊക്കെ സൂക്ഷിക്കണം. അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ, അതിനൊക്കെ പറ്റി മനസ്സിലാക്കി അവരെന്താ വിദേശത്ത് എന്ത് ചെയ്യുന്നു, അതൊക്കെ അത്തരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ഇവിടെ ചെയ്ത് ഇപ്പോഴും 10-15 വർഷമായിട്ടും ഈ ചെടികളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും ടെക്നോളജി ഉണ്ടെന്ന് അർത്ഥം. അതായത് അപ്പോൾ ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ. അതെ അതെ അതെ, ശരിക്കും അതെടുത്ത് എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ അതുപോലത്തെ ബിൽഡിങ്സ് കുറച്ചൊക്കെ വന്നു ഇവിടെ എറണാകുളത്ത്. അത് ഇപ്പോൾ എല്ലാവരും അതിലേക്ക് ഇറങ്ങി. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ പോലും എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പം നിലവിലിപ്പം ഗവൺമെന്റിന്റെ പുതിയൊരു നിയമമുണ്ട്, ആർക്ക് വേണമെങ്കിലും ചെറിയ പാർക്കുകളായിട്ടൊക്കെ തുടങ്ങാം എന്നുള്ളത്. കുട്ടികൾക്കാണെങ്കിലും ഇവിടെ ഞാൻ വരുന്ന സമയത്ത് കുട്ടികൾ നല്ല നല്ല എനർജറ്റിക് ആയിട്ട് വളരെ സന്തോഷം തോന്നി. ചെറിയ കുട്ടികൾ, LKG കുട്ടികൾ, അവർ കൈയടിക്കുന്നു, ആർപ്പ് വിളിച്ചിട്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, പ്രോഗ്രാം നടത്തിയവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വേദിയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നു ഓരോ പ്രോജക്റ്റിനും. ആ ഒരു ഈ വണ്ടർല തുടങ്ങിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് പിന്നെ മക്കൾ നടത്താൻ തുടങ്ങി, വി ഗാർഡ് പിന്നെ മക്കൾ നടത്താൻ തുടങ്ങി. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും അൺഎംപ്ലോയിഡായി. വീണ്ടും അങ്ങനെ എൻ്റെ 62ാമത്തെ വയസ്സിലാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കിടക്കുന്നത്, അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ. അതോടൊപ്പം തന്നെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് ഒരു തവണ പല മാനേജേഴ്സൊക്കെ സജസ്റ്റ് ചെയ്തത്, അയ്യോ സാറേ, ഇങ്ങനെ ഏതായാലും നമ്മൾ കുറേ എമൗണ്ട് ചാരിറ്റിക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റുള്ള എന്തെങ്കിലും ഒരു സംഗതി ആലോചിച്ചൂടെ? അപ്പോൾ
ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറ. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു ഹോസ്പിറ്റൽ? ഞാൻ പറഞ്ഞില്ല, ഞാനില്ല, കാരണം ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്. ഞാൻ തുടങ്ങിയാൽ വീണ്ടും ഞാൻ കമ്പറ്റ് ചെയ്യാൻ തുടങ്ങും, കാരണം നല്ല ഹോസ്പിറ്റലാവാനായിട്ട്. അവസാനം അതിലും പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്നൊരു എൻജിനീയറിങ് കോളേജ് സജസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനില്ല, കാരണം അത് നല്ല എൻജിനീയറിങ് കോളേജുകൾ വേറെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് അവസാനം ഒരു വെൽനസ് പാർക്ക് അല്ലെങ്കിൽ ഒരു റിക്രിയേഷൻ സെൻറ്റർ സിറ്റിക്കകത്ത്. ആക്ച്വലി ഒരു കാര്യം പറയാം കേട്ടോ, അതായത് ഇത് ഫിനാൻഷ്യലി വയബിളല്ല. അത് കാരണം അത്രയ്ക്കും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി വയബിളല്ല അത്. പിന്നെ പക്ഷേ ഇത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ കീഴിലാണ്. അതുകൊണ്ട് നാട്ടിൽ സിറ്റിക്കകത്ത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് തുടങ്ങിയത്. അപ്പോൾ അതിന് കാരണം വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പാർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ഓൺ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അത് നടത്താനായിട്ടൊരു ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ വിങ്ങിനെയൊക്കെ ഏൽപ്പിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനായിരിക്കും. നമ്മുടെ നാട്ടിൽ അത് പ്രതീക്ഷിക്കേണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചിറ്റലപ്പള്ളി സ്ക്വയർ ഉണ്ടായത്. അല്ല, അപ്പോൾ അത് ഒരുപാട് പേർക്ക് പിന്നെയും ഒരു മാതൃക പോലെ തന്നെയായി. ഇനി സാറിൻ്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും കൂടെ ഒന്ന് ചോദിക്കണം. സിനിമയിൽ വെള്ളം എന്നുള്ള സിനിമയിൽ നമ്മൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ശരിക്കും അത്തരത്തിലൊരു സീൻ ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഡയറക്ടർ ചെറിയ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു സിനിമയാണ്, സാറിൻ്റെ ഓഫീസൊന്ന് ഷൂട്ട് ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറുതായിട്ടൊന്ന് ഒരു റോൾ അഭിനയിക്കണം. അപ്പോൾ എനിക്ക് മടിയായിരുന്നു, കാരണം ഞാൻ തന്നെയായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു, വേറെ ഏതെങ്കിലും ആയിട്ട് വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു. അല്ല, ഇത് ഈ കഥയുടെ പോക്ക് എങ്ങനെയാണ്, അങ്ങേര് ആ സിനിമ കണ്ടതാണല്ലോ. ഓക്കെ, എനിവേ, അപ്പോൾ അതിലിങ്ങനൊരു ഇമ്പോർട്ടൻ്റ് വഴിത്തിരിവുണ്ട്. അതിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും കൗതുകം തോന്നി. ഞാൻ അങ്ങേര് ഇതിൻ്റെ സാക്ഷാൽ ഇതൊരു അനുഭവകഥയാണ്. ഒരു വ്യക്തിയുടെ അനുഭവകഥയാണ്. അങ്ങേരെ എൻ്റെ അടുത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അല്ലേ, ഉണ്ട്, അല്ല എപ്പോഴും ഉണ്ട്. വലിയ ബിസിനസ്സുകാരനാണ് ആൾ. അപ്പോൾ ആൾക്കൊരു വഴിത്തിരിവ് ഇങ്ങനെ വന്നത്, അത് അയാളുടെ ജീവിതത്തിലുള്ള വഴിത്തിരിവാണ്. പക്ഷെ അത് നമ്മുടെ ഓഫീസിൽ നടന്ന വഴിത്തിരിവല്ല. പക്ഷെ അത് വളരെ റിയൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു സാറിന്റെ ക്യാരക്ടർ അറിയുന്ന ആളുകൾ വിചാരിക്കും അതുപോലെ. കാരണം യങ് ആയിട്ട് വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ പറയും. അതൊക്കെ സാറിന്റെ വേർഡ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ. അല്ല, അതൊക്കെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞത്. പക്ഷെ അവര് എന്നെയും കൂടി ഉദ്ദേശിച്ചിട്ട് സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു എനിക്കും ഞങ്ങൾക്കും. അത് തീർച്ചയായിട്ടും. ഇനി ശരിക്കും സാറിന്റെ ബിസിനസിനെ കുറിച്ചിട്ടും സാറിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾക്കൊക്കെ അറിയുന്നതാണ്. ചൈൽഡ്ഹുഡിലെ സാർ, അതാണ് ഒരു ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത്. ചൈൽഡ്ഹുഡിലുള്ള ഒരു എങ്ങനെയാണ് വീട്ടിലൊക്കെ വിളിക്കുന്ന ഒരു പേര്? വീട്ടിൽ ഈ പേര് തന്നെ വിളിച്ചിരുന്നേ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് കൊച്ചോസെപ്പ് എന്ന്. അപ്പോൾ പുള്ളി നിർദ്ദേശിച്ചതാണ് അത്ര എനിക്ക് ഈ പേരിടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 30 days പുള്ളി തട്ടിപ്പോയി. അതിനുശേഷം വീട്ടുകാർ പിന്നെ അത് ആ പേര് ഇറക്കിട്ടുറപ്പിച്ചു. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഞാനൊരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നില്ല, ഞാൻ അങ്ങനെ ഒരു ഔട്ട് സ്പോക്കൺ ആയിരുന്നില്ല, ഞാനൊരു ഓഫ് കോഴ്സ് ഒരു എബവ് ആവറേജ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു ഡിസ്ലെക്സിയ പോലെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ വാക്ക് കേട്ടിട്ട് പോലുമില്ല. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നിറയെ തെറ്റുകളൊക്കെ വരും. അതായത് ഇപ്പോൾ 29 നമ്മൾ ധൃതി പിടിച്ച് എഴുതി അത് 92 ആയി പോകും. ജംബ്ലിങ്, വാക്കുകളും വേർഡ്സൊക്കെ ജംബ്ലിങ്. അപ്പോൾ അത് നിൻ്റെ കെയർലെസ്നെസ്സാന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. അന്ന് അടിക്ക് ഒരു ക്ഷാമമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും, ഇന്നിപ്പോൾ ഈ കാണുന്ന ആത്മധൈര്യം അന്ന് കിട്ടിയിട്ടുള്ള അടിയുടെയൊക്കെ ഒരു സ്ട്രെങ്ത് എന്ന് പറയും.
അപ്പോൾ ഒരു കണക്കിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അടിയുടെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് ആത്മധൈര്യം വേണമെങ്കിൽ നമ്മൾ കടുത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകണം. ഇപ്പോൾ വീട്ടിൽ സാമ്പത്തികം വളരെ ഭദ്രമായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ലക്ഷറി ഒട്ടും അനുവദിച്ചിരുന്നില്ല. കാരണം ഞാൻ തന്നെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഓർമ്മക്കിളിവാതിൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ജോഡി ചപ്പലുണ്ട്, പക്ഷെ അത് സ്കൂളിലേക്ക് ഇടാൻ പാടില്ല. കാരണം സ്കൂളിലേക്ക് ഇട്ടാൽ അവിടെ 99% കുട്ടികളും ചെരുപ്പിടാണ്ടാണ് വരുന്നത്. അപ്പോൾ നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. അത് പെരുന്നാളിന് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ടൗണിൽ പോകുമ്പോഴും ഉപയോഗിക്കാം. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആവും. തന്നെയല്ല നമ്മൾ വലുതാവുമ്പോൾ അപ്പോൾ അത് ഉപയോഗമില്ലാണ്ടാവും. എന്നാൽ ബഹുഭൂരിപക്ഷം പേര് നാട്ടിൻപുറത്ത് ചെരുപ്പിട്ടിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, ഞാൻ പറയും നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നതാണ് എൻ്റെ ഒരു ആത്മധൈര്യം എന്ന് ഞാൻ പറയും. അത് പറയുമ്പോ ധൈര്യം കാണുന്നുണ്ട്, അതറിയാതെ കാണിച്ചു പോണതാണ്. അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലാത്തത് അത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പെട്ടെന്ന് കുട്ടികൾ അപ്സെറ്റ് ആവുന്നു, സൂയിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ മൂഡ് ഓഫ്. മൂഡ് ഓഫ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെയാണ്. അവിടെ എല്ലാത്തിനും ഒരേ മരുന്നുള്ളൂ, അടി, വഴക്ക്. അതിന് അച്ഛനമ്മന്നൊന്നുമില്ല, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ വഴക്ക് പറയും. അത് അടി കിട്ടും. അല്ല, സാർ ഇപ്പൊ പറഞ്ഞത് വലിയ വേർഡാണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പം റീസെന്റ് കഴിഞ്ഞ ദിവസത്തെ ഒരു പഠനമാണ്, ഏറ്റവും കൂടുതൽ 42% മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും വർധന വന്നേക്കുന്നത്, സെർച്ച് വർധന വന്നേക്കുന്നത്. മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഞാൻ ഇവിടെ ആഫ്രിക്കയിൽ കെനിയ, ടാൻസാനിയ ഒക്കെ പോകാനായിട്ട് 2 തവണ പോയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ വൈൽഡ് ലൈഫൊക്കെ. അപ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ വളരെ വിചിത്ര. ഗോത്രവർഗ്ഗക്കാർ, ഈ തനി പ്രാകൃതരായിട്ടുള്ള ജനങ്ങൾ, അവർ പറയുന്നത് ആൺപിള്ളേരാണെങ്കിൽ കടുത്ത സാഹചര്യത്തോടെ വളരണമെന്ന്. അതായത് എനിക്ക് തന്നെ ചില ഗോത്രങ്ങൾ അവരൊക്കെ 12 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നീ എങ്ങനെയും പോയി ജീവിച്ചോളണം. നിന്നെ ചിലപ്പോൾ പുലി പിടിക്കാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് നീ പ്രായപൂർത്തിയായിട്ട് 20 വയസ്സായിട്ട് തിരിച്ചു വന്നാൽ മതിയെന്ന്. അതുവരയ്ക്ക് അപ്പോൾ ഒരു പറ്റം നമ്മൾ കാട്ടിക്കൂടെയൊക്കെ വാനിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി 10-16 വയസ്സുള്ള ആൺപിള്ളേർ ഒരു ഗ്യാങ്ങായിട്ടൊക്കെ ഇങ്ങനെ പോണ കാണാം. അപ്പോൾ ഞാൻ അവിടുത്തെ ഗൈഡിനോട് ചോദിക്കുമ്പോൾ പറയാണ്, ഇത് ഇവിടുത്തെ ഒരു പതിവാണ്, ഇവരെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുക. അവർക്ക് വീട്ടിൽ കയറാൻ പാടില്ല, വീട്ടിലേക്ക് വല്ലപ്പോഴും ചെല്ലാം, പക്ഷേ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തി ജീവിച്ചോളണം. അങ്ങനത്തെ കടുത്ത, അതൊരു കണക്കിന് ആലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം സർവൈവൽ സ്കിൽസ് പഠിക്കുന്നത് അങ്ങനെയായിരിക്കും ആ പിള്ളേർ. നമ്മൾ ഇങ്ങനെ പാമ്പർ ചെയ്ത് ബ്രോയിലർ ചിക്കൻ പോലെ വളർത്തിയെടുത്തിട്ട് അവസാനം ചെറിയൊരു കാര്യത്തിന് ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഇല്ല, പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്കത് അന്നൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കസിൻസിനും ഒക്കെ അടി കിട്ടുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് സാറ് കണ്ടുപിടിച്ച് സാറിൻ്റെ അടി കിട്ടിയിട്ട് ആ വിവരം വീട്ടിലറിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിട്ടും വേറെ അടി. കാരണം നീ എന്തോ കുരുത്തക്കേട് അവിടെ ഒപ്പിച്ചിട്ടാണ് നിനക്ക് അവിടെ അടി കിട്ടിയിട്ടുള്ളത്, എന്നാൽ പിടിച്ചോ 2 ഇവിടെ നിന്നും ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം അങ്ങനെയല്ല. എന്നെ മാഷ് തല്ലിയ ഉടനെ സാറ് തല്ലിയ ഉടനെ കേസ് കൊടുക്കും, പോലീസ് കേസ് കൊടുക്കും. അവസാനം എന്തുണ്ടാവും, അവൻ അപ്പനെ തല്ലും. അതെ, കാരണം അന്ന് അധ്യാപകര് ഭയങ്കര വിശ്വാസമായിരുന്നു പാരന്റ്സ്. അതെ, അധ്യാപകർ മാത്രമല്ല, സീനിയർ ആയിട്ടുള്ളവർ ആരും എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അവരാര് പറഞ്ഞാലും അനുസരിച്ചോളണം. കാരണവന്മാർ വന്നാൽ നമ്മൾ ചാടി എഴുന്നേറ്റോളണം സീറ്റിൽ നിന്ന്.
അന്നത്തെ കാലമൊക്കെ അല്ല, അത് എനിക്ക് മാത്രമല്ല, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു നമ്മൾ പറയില്ല ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അത് ഉണ്ട് കേട്ടോ. അതുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. അതെ അതെ, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതെ, സാർ ഇപ്പോൾ പറയുമ്പോഴും, സാർ ആദ്യം പറഞ്ഞു ഞാൻ അധികം ഔട്ട് സ്പോക്കൺ ഒന്നും അല്ല എന്ന് പറഞ്ഞാലും സാറിൻ്റെ ഉള്ളില് ഭയങ്കര ഒരു വികൃതി ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ, അധ്യാപകരൊക്കെ എങ്ങനെയാണ്? ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അല്ല, അതായത് നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ, ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. പക്ഷെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം അല്ല. അല്ല, പക്ഷെ അന്ന് അടിച്ചടിച്ച് മാറ്റും. കാരണം അന്ന് ഇതൊരു അവലക്ഷണമാണ് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നത് അന്ന് കാലത്ത്. അപ്പോൾ ആദ്യം എന്നെ പഠിപ്പിക്കാൻ വന്നത് ഒരു പണിക്കരായിരുന്നു, അങ്ങേര് സ്കൂളിൽ പോണതിന് മുമ്പ്. അപ്പോൾ പുള്ളിയാണ് അടിച്ചടിച്ച് മാറ്റിയത്. കാരണം അത് ശരിയല്ല കുട്ടി, അത് അവലക്ഷണമാണെന്നൊക്കെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര മോശം. എൻ്റെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലാംഗ്വേജ് വളരെ മോശമാണ്. എനിവേ, പക്ഷെ സയൻസിൽ ഞാൻ ഭയങ്കരമായിട്ട് മാർക്ക് മേടിച്ചിരുന്നു, സയൻസ്. അപ്പോൾ അത് എനിക്ക് വളരെ ഈസി ആയിരുന്നു. എന്തെങ്കിലും ചെറിയ ക്രാഫ്റ്റൊക്കെ എനിക്ക് വളരെ ഈസി ആയിരുന്നു. എന്തെങ്കിലും ചെറിയ ചെറിയ മെക്കാനിസം വളരെ ഈസി ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് പഴയ ഓർമ്മകൾ. ആ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുട്ടിയല്ല. അവർക്കൊന്നും ഞാനൊരു പ്രശ്നക്കാരനായിരുന്നില്ല. പക്ഷെ അതേസമയം ലാംഗ്വേജ് ടീച്ചർമാർക്ക് ഞാൻ പ്രശ്നക്കാരനായിരുന്നു താനും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞു, നീ വലുതാകുമ്പോൾ ഒരു ഡോക്ടറാവട്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോക്ടർ, എന്നെ കളിയാക്കിയതാ. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പനും അമ്മയൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു മീൻസ് നമ്മളൊരു ബിസിനസ്, അത് പഴയ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം അതാണ് പണ്ടത്തെ സ്ട്രിക്റ്റായിട്ട് വളർത്തണം, അടുക്കും ചിട്ടിയിലും വളർത്തണം, തെറ്റ് കണ്ടാൽ അടി വഴക്ക്, അതൊക്കെ പതിവായിരുന്നു. അതൊരു അന്നത്തെ കാലത്ത് അതൊരു പതിവായിരുന്നു. അപ്പോൾ പിന്നെ അത് നാട്ടുനടപ്പായിരുന്നു. അപ്പൻ എന്തായിരുന്നു ജോലി? ഞങ്ങൾക്ക് ബേസിക്കലി കൃഷിയായിരുന്നു ബേസിക്കലി. അപ്പോൾ ആ നാട്ടുമ്പുറത്ത് എല്ലാവരും കൃഷിക്കാരായിരുന്നു. കൃഷി ഇങ്ങനെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, നെൽകൃഷിയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്. അപ്പോൾ അവരുടെ ചിന്താഗതിയൊക്കെ ഇവൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഒരു കോളേജ് ലെക്ചറൊക്കെ ആയിട്ട് തൃശ്ശൂർ കൂടിയാൽ നല്ല കാര്യം. കാരണം അപ്പോൾ കൃഷിയും നോക്കാം, ജോലിയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ, അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിനേക്കാളും കഴിവ് കുറവുള്ളൊരു സ്കൂൾ മാഷാവുക, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസപരമായിട്ട് ചിന്തിക്കുന്നത്. അവരുടെ എക്സ്പെക്ടേഷൻസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരുകാർക്ക് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും വമ്പൻ ബിസിനസ്സുകാരൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ശതമാനം കിടക്കുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് അത്തരത്തിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് സെപ്പറേറ്റ്ലി. അത് തൃശ്ശൂർക്കാരെങ്ങനെയാണ് കേട്ടോ. അല്ല, അത് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഗുജറാത്തികൾ അവർ ബേസിക്കലി അവരങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുള്ളതായിരിക്കും. അത് ചിലപ്പോൾ അവരെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ തൃശ്ശൂർക്കാർ ഞാൻ പറയും കുറച്ച് ദുരഭിമാനികളാണ്, അഭിമാനം കൂടുതലാണ്. അത് കാരണം കൊണ്ട് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും. അവരങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തരികിടക്കാരുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ്, ഡിസിപ്ലിൻഡ് ലൈഫ്, അത് കുറേ കുടുംബങ്ങളിൽ അതിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ഇതിനനുകൂലമായിട്ടുണ്ടായിരിക്കാം. അതെ, പിന്നെ ഭയങ്കര സ്പീഡാണ് കാര്യങ്ങൾക്കൊക്കെ. പിന്നല്ല, അതൊക്കെ ഇങ്ങനെ പെടപ്പെടാന്ന് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കണ്ടേ. അതെ, ഈവൻ സംസാരത്തിന് പോലും അതാണ് ടപ്പേന്ന് തീരുമല്ല. ടപ്പേന്ന്
അല്ല വെടിക്കെട്ട് അതല്ലേ തൃശ്ശൂർക്ക് വെടിക്കെട്ട് ഇത്ര താല്പര്യം. അതെങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഒരുപാട് സന്തോഷം സാറിനെ പോലെ ഒരു വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും. എനിവേസ് താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു. ഇനിയും ഒരുപാട് റിസ്കുകൾ എടുക്കാനും എല്ലാത്തിനും സാധിക്കും. ഇനി കട്ടയും പടക്കം മടക്കി അത് പറ്റാവുന്നിടത്തോളം വണ്ടി മുന്നോട്ട് പോട്ടെ. ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അതെ അതെ അതെ. പുതിയ പുതിയ റിസ്കുകളൊക്കെ എടുത്ത് അല്ലേ? പുതിയ പുതിയ റിസ്കുകൾ വേറെ നേരത്തെ പറഞ്ഞ മാതിരി വേറെ യങ്സ്റ്റേഴ്സിനെ കൊണ്ട് എടുപ്പിച്ച് മുന്നോട്ട് പോട്ടെ. അല്ല, റിസ്കുകൾ എടുക്കുന്നതിനും റിസ്ക് ആണല്ലോ ശരിക്കും വേറെ ആളെ കൊണ്ട് റിസ്ക് എടുപ്പിക്കുന്നത്. അതെ അതെ അതെ, അതൊരു റിസ്ക് ആണല്ലോ. എനിവേസ് താങ്ക് യു സാർ. താങ്ക് യു.